വിദ്യാഭ്യാസ രംഗത്തെ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ചർച്ചയാകാം. അതിന്റെ പേരിൽ തർക്കിച്ച് CPIയോ എന്ത് CPI എന്നൊക്കെ ചോദിക്കാമോ? അതും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുറെ കൂടി കാൽപ്പനികനായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു പുച്ഛവും പരിഹാസങ്ങളും പരിഗണിക്കുന്നതാണോ? ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചാൽ എന്താണ് CPIയുടെ മറുപടി എന്നുള്ളത്? ചോദിച്ചാൽ അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, PM ശ്രീ പദ്ധതി വഴി കിട്ടാനുള്ള കാശ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കണമെന്നതാണ് CPMന്റെ താല്പര്യം. അതിനപ്പുറം ഒരു രാഷ്ട്രീയവും പ്രത്യയശാസ്ത്ര പ്രശ്നവും CPMനെ ഇപ്പോൾ അലട്ടുന്നേയില്ല. ഞാനും ബിനോയ് വിശ്വം ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു. അങ്ങനെ ബിനോയ് വിശ്വം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അത് മനസ്സിലാക്കിയിട്ട് പറയാം. വളരെ ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട്. മാസങ്ങൾക്ക് മുൻപ് ഈ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ V ശിവൻകുട്ടി തന്നെയാണ് ഇപ്പോൾ PM ശ്രീക്ക് വേണ്ടി വാദിക്കുന്നത്. ഈ കേട്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൗതുകവും അമ്പരപ്പും ഉണ്ടാക്കിയ പ്രസ്താവന ഇടതുമുന്നണി കൺവീനറുടേതായിരുന്നു. തമിഴ്നാട് PM ശ്രീ പദ്ധതിയെ ശക്തിയുക്തം എതിർക്കുന്നതും സുപ്രീം കോടതിയെ സമീപിച്ചതും ചോദിച്ചപ്പോഴായിരുന്നു TP രാമകൃഷ്ണന്റെ പ്രതികരണം. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല. അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതായിരിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുന്നണി കൺവീനർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പണമില്ലാത്ത സംസ്ഥാനങ്ങൾ കേന്ദ്രം പറയുന്നത് എല്ലാം പഞ്ചപുച്ഛമടക്കി കേട്ടുകൊള്ളണം, അനുസരിക്കണം. പണമാണ് നമ്മുടെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും തീരുമാനിക്കുന്നത്. പാവപ്പെട്ടവരെ സംഘടിപ്പിച്ച് മുതലാളിമാരുടെയും മൂലധന ശക്തികളുടെയും ചൂഷണത്തിൽ നിന്ന് രക്ഷിച്ചെന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഈ പറയുന്നത്. PM ശ്രീ മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം, അതിനപ്പുറം ഒന്നുമില്ല. നമുക്ക് അർഹതപ്പെട്ട പണം കിട്ടണം, വാങ്ങണം, സംശയമില്ല. പക്ഷേ വല്ലാതെ കാവ്യവൽക്കരണ വാചക കസർത്തുകൾ നടത്തുകയും നൈസായി പണം വേണമെന്ന് പറയുകയും ചെയ്യുന്നതിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരെങ്കിലും വേണ്ട ഈ നാട്ടിൽ, പ്രതിപക്ഷമെങ്കിലും. അതെങ്ങനെയാണ്? അവിടെയും രണ്ടഭിപ്രായമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് വന്ന കാര്യം ED മറച്ചു വെച്ചതും ലാവ്ലിൻ കേസ് 40 തവണ മാറ്റിവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് PM ശ്രീ പദ്ധതിയും. സ്വന്തം പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. പണം തരുന്നതോടൊപ്പം അനാവശ്യമായ BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. CPI എത്ര ചാടിയാലും മുട്ടോളം എന്ന് CPMന് നന്നായി അറിയാം. അതുകൊണ്ട് BJP വിരുദ്ധ രാഷ്ട്രീയ പ്രചാരണം ഒരിടത്ത് കിടക്കും. PM ശ്രീ പണം വാങ്ങുകയും ചെയ്യും. PM ശ്രീ മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം, അത്രയേ ഉള്ളൂ.